ചിരിക്കാനുള്ള നേരമാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ജനറേഷനിലെ ആളുകളെയും ഒരുപോലെ കൂടുകൂടാ ചിരിപ്പിക്കുന്ന ഒരു കോമിക് ജീനിയസ് നമുക്ക് വേണമെങ്കിൽ പറയാം. ആരായിരിക്കും? യെസ്, അവിടുത്തെ പല ഗസ്റ്റുകളും വരുന്നുണ്ട്. സോ ലെറ്റ്സ് ഇൻവൈറ്റ് Visharadi. So a comic push from the Ace Comedians. So let's all enjoy. ചിരിക്കാൻ നിങ്ങൾ റെഡി ആയിക്കോളൂ, ചിരിപ്പിക്കാൻ ഞങ്ങളും റെഡിയാണ്. എൻജോയ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ചോദിക്കാതെ തന്ന വലിയ കയ്യടിക്ക് ഹൃദയപൂർവ്വം 1000 നന്ദി. ഏത് വേദിയിലൂടെയാണെങ്കിലും ഏത് മാധ്യമത്തിലൂടെയാണെങ്കിലും കാണുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന സ്നേഹമാണ് നമ്മളെ ഓരോ ദിവസവും മുന്നിലേക്ക് നയിക്കുന്നത്. അതിന് അഗേതവുമായ നന്ദി ഈ അവസരത്തിൽ പറയുകയാണ്. ഒരുപാട് മാറ്റങ്ങളുടെ ദിവസങ്ങളായിരുന്നു ഈ അടുത്ത കാലങ്ങളെന്ന് പറയുന്നത്. നല്ല ചൂടായിരുന്നു. LDF വന്നു, മഴയും വന്നു, അതോടുകൂടി ചൂട് ശരിയായി, സ്കൂള് തുറന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. മാറ്റങ്ങളുടെ ഇടയിൽ നടുവിലാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു അറിയാത്ത രീതിയിലുള്ള മാറ്റങ്ങളിലൂടെ പോകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഇവിടെ ഇതുപോലെ ഒത്തുകൂടാൻ അവസരമൊരുക്കിയ കൈരളിക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ 1000 നന്ദി ഈ അവസരത്തിൽ പറയുകയാണ്. സുദീർഘമായ ഒരു ഭാഷണത്തിന് ഇവിടെ പ്രസക്തിയില്ല എന്ന് ഞാനും മനസ്സിലാക്കുന്നു. മലയാളം കമ്മ്യൂണിക്കേഷൻസ് എന്നാണ് കൈരളിയുടെ ഒരു ടാഗ് ലൈൻ തന്നെ വരുന്നത്. ഒരുപാട് ചാനലുകൾ ഉണ്ടെങ്കിലും മലയാളം എന്ന പേരിനോടൊപ്പം കൊണ്ടു നടക്കുന്ന ഒരു ചാനലാണ് കൈരളി എന്ന് പറയുന്നത്. മലയാളം എന്ന് പറയുന്ന ഭാഷയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇന്ത്യയിലെ തന്നെ 5ഓ 6ഓ ഭാഷകൾക്ക് മാത്രമാണ് ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയിട്ടുള്ളത്. അതിലൊരു ഭാഷ നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ മലയാളമാണ് എന്ന് നമുക്ക് ഉറപ്പായിട്ടും അഭിമാനിക്കാം. അതുകൊണ്ട് മലയാള ഭാഷയ്ക്ക് ഈ സമയം ഒരു കയ്യടി കൊടുക്കണം. ഇംഗ്ലീഷുകാരെ ദൈവം പറ്റിച്ചു. അവർക്ക് 26 അക്ഷരങ്ങളെ കൊടുത്തുള്ളൂ. മലയാളിക്ക് 56 അക്ഷരങ്ങൾ തന്നു. വള്ളിയും പുള്ളിയും ചന്ദ്രക്കലയൊക്കെ ആയിട്ട് വേറെ കുറെ സാധനങ്ങൾ തന്നു. എന്നിട്ടും മലയാളം ഒരു കുഞ്ഞു ഭാഷയായിട്ടിരിക്കുന്നു, ഇംഗ്ലീഷ് ഒരു ലോക ഭാഷയായിട്ടിരിക്കുന്നു. ഇതിന് പലപ്പോഴും കാരണം മലയാളം ഉപയോഗിക്കാത്തതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ സൂര്യന് സൺ എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു വാക്കില്ല. പക്ഷെ മലയാളത്തിൽ സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർക്കൻ ദിവാകരൻ, ജോർജ് ജോസഫ്, മുഹമ്മദ് ക്ലീറ്റസ് എന്ത് പറഞ്ഞാലും സൂര്യൻ തന്നെയാണ്. കണ്ണിന് ഐ എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു വാക്കില്ല. മലയാളത്തിൽ കണ്ണിന് മാത്രം 36ലധികം പര്യായ പദങ്ങളുണ്ട്. മാത്രവുമല്ല, മലയാളത്തിന് ഞാൻ കണ്ടുപിടിച്ച ഒരു പ്രത്യേകത കൂടിയുണ്ട്. മലയാളി തമിഴ്നാട്ടിൽ പോയ തമിഴ് പറയും, ആന്ധ്രയിൽ പോയ തെലുങ്ക് പറയും, ചൈനയിൽ പോയ ചൈനീസ് പറയും, ഫ്രാൻസിൽ പോയ ഫ്രാൻസീസ് പറയും. ഏത് നാട്ടിൽ പോയാലും മലയാളിക്ക് ആ നാട്ടിലെ ഭാഷ പറയാൻ സാധിക്കും. പക്ഷേ മലയാളി പറയുന്നത് പോലെ മലയാളം പറയാൻ ഇന്നേ വരെ ഈ ലോകത്ത് വേറെ ഒരു ഭാഷക്കാരനും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് മലയാള ഭാഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അത് പറഞ്ഞ് നാക്ക് വളച്ചും നിവൃത്തിയും ശീലിച്ചവരാണ് നമ്മൾ എല്ലാവരും. ഒരുപാട് പ്രഗത്ഭരും പ്രശസ്തരുമായ വ്യക്തികൾ നമുക്ക് മുന്നിൽ എനിക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്ന അവസ്ഥയിലിരിക്കുകയാണ്. അവരുടെയും എല്ലാം സാന്നിധ്യത്തിന് നന്ദി പറയുകയാണ്. TV എന്ന മാധ്യമത്തിലൂടെ വല്ലപ്പോഴുമെങ്കിലും എല്ലാം നിങ്ങളോട് ചോദിക്കാത്ത നിങ്ങളുടെ വീട്ടിൽ വരുന്നു എന്ന കാരണം കൊണ്ടാണ് നിങ്ങളുടെ ഈ നല്ല കൂട്ടായ്മയ്ക്ക് നമ്മൾ ക്ഷണിക്കുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൂടെ പഠിക്കുന്ന ജിത എന്നൊരു പെണ്ണിനെ ഞാൻ എന്തോ ഒരു കമന്റ് അടിച്ചു. ഇവളത് പോയി നേരെ പ്രിൻസിപ്പലിനോട് പറഞ്ഞു. പ്രിൻസിപ്പൽ എന്നെ വിളിച്ചു വരുത്തി അസംബ്ലിയിൽ നിർത്തി എല്ലാവരുടെയും മുന്നിൽ വെച്ച് പൊതുമാക്കൊക്കെ അറിയിച്ചു. ആകെ നാണക്കേടായി, എന്താണെന്ന് അറിയില്ല, ആകെ ദുഃഖമായി. ഇപ്പൊ ഇവിടെ വന്നപ്പോൾ ജിത ഇവിടെ നിൽക്കുന്നു, വേദിക്ക് പിന്നിൽ ഭർത്താവും കുട്ടികളും ഒക്കെ ആയിട്ട് നിൽക്കുന്നു. എനിക്ക് സന്തോഷമായി. അന്നൊക്കെ അവള് വലിയ അഹങ്കാരിയായിരുന്നു. ഇപ്പൊ ഒക്കത്തൊരു കുഞ്ഞ്, കയ്യിലൊരു കുഞ്ഞ്, വയറ്റിലൊരു കുഞ്ഞ്, എല്ലാം കൂടെ കാണും. എനിക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം. നമ്മളിപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. അങ്ങനെ വന്ന് ജിത നിൽക്കുമ്പോൾ ജിതയുടെ ഭർത്താവിന് ഒരു ചെറിയ കള്ളച്ചിരി. അപ്പൊ എനിക്കൊരു സംശയം, ഇവള് രാത്രി വെറുതെ കിടക്കുമ്പം ആളാവാൻ വേണ്ടി ഈ TV കാണുന്ന ആള് പണ്ട് എന്നെ കമന്റ് അടിച്ചതാണെങ്ങാണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്നൊരു ചെറിയ സംശയം. എനിക്കും അതിൻ്റെ ഒരു ചെറിയ ചമ്മലില്ലാതില്ല. അപ്പൊ ജിഷ എന്നോട് അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ പിണക്കമാണ്. ഞാൻ ഓർത്തു, എടി 10-25 വർഷം മുമ്പ് നടന്നൊരു കാര്യം, അതിന് നീ ഇപ്പോഴും എന്നോട് പിണങ്ങേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവള് പറയും, ഇല്ല ഞാൻ പിണക്കമാണ്. ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം? നീ കമന്റ് അടിക്കുന്നില്ല. എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോഴാണ് മനസ്സിലായത്, അവള് ഡെയിലി 4 നേരം 3 എണ്ണം വീട് ഇടുന്ന ഫേസ്ബുക്കിലെ ഫോട്ടോയ്ക്ക് ഞാൻ കമന്റ് അടിക്കാത്തതാണ് 25 വർഷം കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ കുഴപ്പമെന്ന്. ഈ ഇടയ്ക്ക് ഇപ്പൊ തിരുവല്ലയിൽ ഒരു 4 സ്ത്രീകൾ ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു വന്നു. ഞാൻ അടുത്ത് നിന്നു. ഇവിടെ 4 സ്ത്രീകൾ, ഇവിടെ 4 സ്ത്രീകൾ, ഞാൻ നടുക്കിൽ നിന്നു. ഒരു 1.5 അടി സ്ക്വയർ ഫീറ്റിന്റെ ഐപാഡിൽ എന്റെ ഫോട്ടോ എടുത്തു. ഫോട്ടോ കാണിക്കാൻ പറഞ്ഞപ്പം ഞാൻ മാത്രം ചിരിച്ചിരിക്കുന്നു. ബാക്കി എല്ലാ ചേച്ചിമാരുടെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു ദേഷ്യം. ഞാൻ പറഞ്ഞു, ചേച്ചി, ദൈവം ഒരുപാട് ജീവികളെ സൃഷ്ടിച്ചു. എല്ലാ ജീവികളും കരയും, എല്ലാ ജീവിക്കും കുഞ്ഞുങ്ങളുണ്ടാവും, എല്ലാ ജീവികളും മരിക്കും. പക്ഷേ ദൈവത്തിന്റെ സൃഷ്ടിയിൽ ചിരിക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ചിരിക്കാത്തത് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു, രമേശേ, ഞങ്ങൾ ചിരിക്കാത്തതല്ല, തിരുവല്ലയിലുള്ള സ്ത്രീകൾ ഫോട്ടോ എടുക്കുമ്പോൾ വയറൊട്ടിച്ചു പിടിക്കും, അപ്പൊ കണ്ണ് തള്ളിപ്പോകുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോ
അമേരിക്കയിലൊരു ശാസ്ത്രജ്ഞൻ ഈയിടയ്ക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്, നന്നായിട്ട് കൈ അടിച്ചാൽ മതി, അത് കുടവേറ് കുറയാനും ഹൃദ്രോഗം വരാതിരിക്കാനും ഒക്കെ ഉപകരിക്കുന്നു. അപ്പൊ എനിക്ക് വേണ്ടി അല്ലെങ്കിലും അവനവന്റെ ആരോഗ്യത്തിന് വേണ്ടി ഇടയ്ക്ക് ഒരു ഇച്ചിരിച്ച് ഇത് കാണിക്കുന്നുണ്ടെങ്കിൽ അടിച്ചാൽ വളരെ സന്തോഷമാവും. താങ്ക് യു. ഉമ്മൻചാണ്ടി സാർ, ഇപ്പോഴത്തെ ഉമ്മൻചാണ്ടി സാറ് നമുക്ക് ഒരു പത്രസമ്മേളനം നടത്തുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. അദ്ദേഹം ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് മറ്റൊരാൾ ഒരു ചോദ്യം ചോദിക്കുന്നു, അതിന് അദ്ദേഹം ആലോചിച്ച് ഉത്തരം പറയുന്നു. ഇത്രയുമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോ മുൻ മുഖ്യമന്ത്രിയുടെ ഒരു പത്രസമ്മേളനം കാണാം. അത് ഗവൺമെന്റ് വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത്. ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ. ഇതിന്റെ തോൽവിയെക്കുറിച്ച് കേന്ദ്ര തലത്തിൽ യോഗം കൂടി അതിന്റെ കാരണങ്ങൾ ഞങ്ങളുടെ പാർട്ടി അന്വേഷിക്കുന്നു. പറഞ്ഞല്ലോ ഞങ്ങളുടെ പാർട്ടി ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അന്വേഷിക്കാതെ എന്തോ അവർക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. അത് തെളിവില്ലല്ലോ. അത് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ? നിങ്ങളുടെ കയ്യിൽ ഇതിന് തെളിവില്ലല്ലോ. മാധ്യമങ്ങൾക്ക് ഓരോരോ വിഷയങ്ങൾ വേണം, അത് എനിക്ക് തരാനൊക്കത്തില്ല. നന്ദി, നമസ്കാരം. ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഇതിൽ ഇടപെടാൻ ഉത്തരവാദിത്തമുള്ള ഒരാള് AK ആന്റണി സാറായിരുന്നു. അദ്ദേഹത്തിനോട് ചോദിച്ചു ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്. അപ്പൊ അദ്ദേഹം ഒരു പാട്ടാണ് പാടിയത്. അദ്ദേഹം വന്ന് ഇങ്ങനെ പാടി, ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാരപ്പൂ. ഞാൻ പറയുന്നില്ല, ഞാനിത് പറഞ്ഞ പിന്നെ ഞാൻ പറയുന്നതായിരിക്കും കേരള സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ കുഴപ്പമായിട്ട് എല്ലാവരും പറയുക. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഡൽഹിയിലായതുകൊണ്ട് എൻ്റെ സംസാരത്തിൽ ഇംഗ്ലീഷിൻ്റെ അളവ് വളരെ കൂടുതലാണ്. It is quite unbecoming the democratical situation which I can manage. നമസ്കാരം. ഇനി രണ്ട് ശബ്ദങ്ങൾ. ചിലപ്പോഴെല്ലാം ചാനലുകൾ മാറ്റി ഒരു ഫ്രെയിം കാണുമ്പോൾ നഷ്ടബോധം. ഒടുവിലുണ്ണികൃഷ്ണൻ ചേട്ടൻ, മീന ചേച്ചി, ഫിലോമിന ചേച്ചി, കരമന ജനാർദ്ദനൻ നായർ, ശങ്കരാടി ചേട്ടൻ, എത്രയെത്ര പ്രഗത്ഭരായ നടന്മാരാണ് നമ്മളെ വിട്ടുപോയത്. അതിൽ ഒരു പ്രധാന നഷ്ടം തന്നെയാണ് തിലകൻ ചേട്ടന്റെ നഷ്ടം. ഞാനിപ്പോൾ ശബ്ദത്തിൽ ഒബ്സർവ് ചെയ്ത പോലെ തിലകൻ ചേട്ടന്റെ കട്ടിയുള്ള ശബ്ദത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ അവസാന കാലങ്ങളിൽ അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് ചെറിയൊരു മാറ്റം വന്നിരുന്നു. ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിൽ തിലകൻ ചേട്ടനും ദുൽഖർ സൽമാനുമായിട്ടുള്ള ഒരു സംഭാഷണ ശകലം ഇവിടെ അവതരിപ്പിക്കുകയാണ്. തിലകൻ ചേട്ടന്റെ ശബ്ദ വ്യതിയാനം കേൾക്കാം. മലയാള സിനിമയുടെ ചാണക്യനും മലയാള സിനിമയുടെ ചാർലിയുമുള്ള രണ്ട് സിനിമാ താരങ്ങളുടെ ശബ്ദം കൂടെ കേൾക്കാം. തിലകൻ ചേട്ടനും ദുൽഖർ സൽമാനും. കഴിക്കുന്നവന്റെ വയറ് നിറയ്ക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും. കഴിക്കുന്നവന്റെ മനസ്സ് നിറയ്ക്കണം. അതിനുവേണ്ടി ആയിരിക്കണം എന്റെ മകൻ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഈ കോഴിക്കോടങ്ങാടി നിങ്ങളുടെ കട കഴിഞ്ഞിട്ടുള്ളൂ, വേറെ ആരുടെയും കട. നിങ്ങളുടെ കടയാണെങ്കിലോ നഷ്ടത്തില്. അതെങ്ങനെ? ഉമ്മർഖാന്റെ മോന്റെ സ്കൂൾ ഫീസ്, സൈനത്താന്റെ മോന്റെ നിക്കാഹ്, സുലൈമാനി കുടിച്ചോണ്ടല്ലേ ഉപ്പ. അതിന്റെ രുചി അറിയൂ. ബി പ്രാക്ടിക്കൽ ഉപ്പ, ബി പ്രാക്ടിക്കൽ. താങ്ക് യു. വേദിയിൽ നിന്ന് തൽക്കാലം വിടകാരുന്നു. സഹകരിച്ച എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി. താങ്ക് യു.